തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മുടെ ഈ മലയാളക്കരയിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ പദവിയിലേക്ക് എത്തിയ വിശുദ്ധ അൽഫോൻസാമയെ പോലെ നമുക്കും വിശുദ്ധരായി വളരാൻ ആഗ്രഹിക്കാം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, മോനെ മോളെ നിനക്ക് വിശുദ്ധനാകട്ടെ, നിനക്ക് വിശുദ്ധയാകണ്ടേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചോദിക്കാറുണ്ടോ എന്നറിഞ്ഞുകൂടാ. പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു, കാരണം അച്ഛനറിയാം, അമ്മച്ചി ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, മോനെ വിശുദ്ധനാകണ്ടേ, വിശുദ്ധയാകണ്ടേ, വിശുദ്ധനാകണ്ടേ എന്നൊക്കെ മക്കളോട് ചോദിക്കുന്നത് അച്ഛൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയം മുതൽ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ മഴ പെയ്യാൻ പോകുന്നു, മഴ പെയ്യാൻ പോകുമ്പോൾ മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന വിറക് എടുത്ത് അകത്ത് മഴവെള്ളാത്ത സ്ഥലത്തേക്ക് എടുത്തു വെക്കണം. അപ്പോൾ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ പോവാണ്, നമ്മൾ വേറെന്തെങ്കിലും സുഖമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, മോനെ ഇതേ മഴ പെയ്യാൻ പോകുന്നു, വിറകെടുത്ത് അകത്തിടാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മൾ വിഷമം പറയുമ്പോൾ അമ്മച്ചി പറയും, മോനെ വിശുദ്ധനാകണ്ടേ. അപ്പോൾ ശരി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൊപ്ര ഉണക്കാനിട്ടിരിക്കുകയാണ്, ഓടിവാ മഴ പെയ്യാൻ പോകുന്നു, വിശുദ്ധനാകണ്ടേ. അപ്പോൾ എല്ലാ ചെറിയ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതിൻ്റെ പിറകിൽ പ്രചോദനം തന്നിരുന്ന ഒരു വാക്കാണ് വിശുദ്ധനാകണ്ടേ എന്ന് പറയുന്ന ഒരു ചോദ്യം. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ആ ഒരു ചിന്ത, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ചെറിയ പ്രവർത്തികൾക്കും സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തു തുടങ്ങിയാൽ പിന്നെ ഒടുവിൽ കൊച്ചുത്രേസ്യ പറയുന്നത് പോലെ, കൊച്ചുത്രേസ്യ പറയാണ്, ഞാൻ സ്വർഗമില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കും എന്ന്. അതായത് എനിക്ക് എന്തെങ്കിലും കിട്ടും, സ്വർഗത്തിൽ ഒരു സ്ഥാനം കിട്ടും എന്ന് വിചാരിച്ചല്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. സ്വർഗമില്ലെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കും, കാരണം എൻ്റെ ഈശോ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അൽഫോൻസാമ തൻ്റെ സഹനങ്ങളെ മണിമുത്തുകളാക്കി മാറ്റി. അമ്മ തൻ്റെ കണ്ണീർ കണങ്ങളെ മണിമുത്തുകളാക്കി മാറ്റുകയും സ്വർഗകിരീടം ചൂടുകയും ചെയ്തതുപോലെ നമുക്കും സ്വർഗത്തിലേക്ക് വളരാം. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ പറയുന്ന ഉപമ കടുകുമണി ഇങ്ങനെ സ്വർഗത്തിലേക്ക് വളരുന്നതിനെ കുറിച്ചാണ്. നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചാണ്, എന്ത് കണ്ടുകൊണ്ടാണ് വളരുന്നത്, നമ്മൾ എങ്ങോട്ടാണ് വളരുന്നത് എന്നത് ചോദ്യം, നമ്മൾ ആരായാണ് വളരുന്നത് എന്ന ചോദ്യം ഇതോടുകൂടെ പ്രസക്തമാണ്. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധരായി വളരുന്നവരാണോ, അല്ലെങ്കിൽ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ തിന്മയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണോ? നമ്മൾ വളരുന്നത് വിശുദ്ധരായിട്ടാണോ അല്ലെങ്കിൽ അശുദ്ധരായിട്ടാണോ? നമുക്ക് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ പിന്നിടുമ്പോൾ വിശുദ്ധിയുടെ ഓരോ പടവുകൾ ചവിട്ടിക്കയറാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താവേ, ഞങ്ങളുടെ മക്കളെ വിശുദ്ധരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മറ്റാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ ഒരു പ്രാർത്ഥന, ഈശോയെ ഞങ്ങളെ എല്ലാവരെയും വിശുദ്ധരാക്കി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നവരാക്കി മാറ്റണമേ. കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പി വിശുദ്ധിയുടെ പടവുകൾ പിന്നിടേണ്ടതിന് പകരം വിശുദ്ധിയുടെ ഗോവണിയുടെ പടവുകളിൽ നമ്മൾ താഴേക്ക് പോയതിനെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവർത്തികളിൽ ഒക്കെ നമ്മൾ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം.
വീണ്ടും നഷ്ടപ്പെട്ടതെല്ലാം ഒന്നുകൂടെ ആരംഭിക്കാം. വന്നുപോയ അപരാധങ്ങളെ ഓർത്തനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ